ഞങ്ങള് തൃശ്ശൂരുകാരിപ്പോ അനാഥരാണ് ഗൈസ്. ഞങ്ങളുടെ എംപിനെ കാണാണ്ടായിട്ട് എന്തോരം ദിവസമായി. സുരേഷ് ഗോപിജിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. മകനെ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. ഒരു നോക്കു കാണാൻ മാതാവിന് കിരീടം ചൂടിക്കൊടുത്ത് തൃശ്ശൂർ എടുത്തോണ്ട് ഒറ്റ പോക്കായിരുന്നു. പിന്നെ ആണ്ടിനും സംക്രാന്തിക്കും ഒന്നിങ്ങട്ട് വന്നാലായി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ പോലും മൂപ്പര് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ദണ്ടാ ഞങ്ങളുടെ എം പി. അല്ല ഇനിയിപ്പോ മിണ്ടിയിട്ട് കാര്യമില്ല. അച്ഛന്മാർക്കൊക്കെ സുരേഷ് ഗോപിജിന് ഇപ്പോ ഭയങ്കര മതിപ്പല്ലേ. സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. സ്വർണക്കിരീടം മൗലിയിൽ ചൂടുവാൻ ഇന്നെനിക്കില്ലാത യോഗം. ആഹാ എന്താ വരികയാണ്. കാര്യം ശരിയാണ്ടാ. ഇനി അങ്ങനെ ഒരു യോഗം ഉണ്ടാവുന്ന തോന്നുന്നില്ല ഏട്ടാജി. അതുകൊണ്ട് ആ പായം കിട്ടും മടക്കിയത്. കന്യാസ്ത്രീകളുടെ കാര്യം വിട്. സ്വന്തം പേരില് കള്ളവോട്ട് ആരോപണം ഉണ്ടായിട്ട് ഇതുവരെ പേരിന് പോലും ഒരു വാക്ക് പോലും ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തിനെ കാണാനില്ല, ഫേസ്ബുക്കിൽ മാത്രമാണുള്ളത്. കാരണം അപ്പം അദ്ദേഹം കോൺസ്റ്റിറ്റ്യൻസിയിലും കാണുന്നില്ല. വെറുതെ ആണോ സുരേഷ് ഗോപിജിനെ കാണാനില്ല എന്നിട്ട് പോലീസില് പരാതി പോയത്? പിന്നെ സുരേഷ് ഗോപിജിക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരാൻ പറ്റില്ലല്ലോ. കള്ളവോട്ടിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? പോരാത്തിന് കുടുംബക്കാരെ മുഴുവനും തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. സുരേഷ് ഗോപിജി തിങ്സ് വോട്ട് ചേർത്തു കള്ളത്തരം കാണിച്ചു എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ ഒരു ധാർമ്മികമായിട്ട് രാജിവെക്കുന്നതാണ് നല്ലതെന്നേ പറയുന്നു. രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം കൂടുതൽ കാലം എം പി ആയിട്ടിരുന്നാൽ അത്രയും UDF നല്ലതാണ്. കാരണം അദ്ദേഹം ജയിച്ചുകൊണ്ട് മാത്രം ഒരു BJP സ്ഥാനാർത്ഥി ഇനി തൃശ്ശൂർ ജയിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. കള്ളവോട്ടിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അല്ലെങ്കിൽ കാണായിരുന്നു. ഉള്ളിൽ ഉറക്കിക്കെടുത്തിരിക്കുന്ന ചിങ്കത്തിനെ എണീപ്പിച്ചു വിട്ടനെ. പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ഒരാളാണ്. നിങ്ങൾ സൂക്ഷിക്കണം. ആരോടാണ് സംസാരിക്കണമെന്ന്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ട്. കൊല്ലത്തും തൃശ്ശൂരിലും സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ട്. ഓ മൈ ഗോഡ്, സുരേഷ് ഗോപിജി യു ആർ ട്രാപ്ഡ്. ശരി, അപ്പൊ കുടുംബക്കാരെ മുഴുവനും വോട്ട് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ കൊണ്ടുവന്നത് പോരാഞ്ഞിട്ട് അവർക്ക് അവിടെ ഇവിടെ വോട്ടുണ്ടായിരുന്ന കൊള്ളാല കളി. BJP വോട്ടർ പട്ടികയിൽ അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉണ്ണിയമ്മേ, കുടുംബിയെ ഞാൻ പിടിച്ചു. അപ്പ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ? വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം രാഹുൽ ഗാന്ധി ദവിഡ് ഉന്നയിച്ചുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ എന്തോരം കുമ്പിടിമാരാണ് പൊക്കണത്. എല്ലാം തൃശ്ശൂർ MP-യുടെ ഐശ്വര്യം. അതൊക്കെ നാണമില്ലേ? കള്ളവോട്ട് ചേർക്കുക, 6 മാസങ്ങൾക്ക് മുമ്പ് ആളെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക, ജയിക്കുക, മന്ത്രിയാവുക, എന്നിട്ട് അങ്ങനെ നിളഞ്ഞ് നടക്കുക മന്ത്രിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. പാവം സുരേഷ് ഗോപിജി തൃശ്ശൂർ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ഹോംവർക്ക് ചെയ്തു, ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു. കുടുംബക്കാരെ മുഴുവനും തൃശ്ശൂർ ജില്ലയ്ക്ക് കൊണ്ടുവന്നു. ഒഴിഞ്ഞു കിടന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു. ആ ജില്ലയിലും വോട്ട്, ഈ ജില്ലയിലും വോട്ട് എന്നുള്ള പോലെ കുമ്പിടിമാരെ കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? എല്ലാ കള്ളത്തരവും നാട്ടുകാർ അറിഞ്ഞു. കള്ളവോട്ട് പരാതിയില് ഇപ്പോ സുരേഷ് ഗോപിജിക്കെതിരെ അന്വേഷണം വരാൻ പോണു. സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ഇങ്ങനെ ഒരു നാണം കെട്ട വഴിയിലൂടെ ഒരു MP ആവുക എന്ന് പറയുന്നതിൽ നല്ലത് കഴുത്തിന് കയറ് തൂക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല എന്ന് പറയുന്ന പോലെ നിങ്ങള് തൃശ്ശൂർ എടുത്തതല്ലേ, കട്ടോണ്ട് പോയതാണല്ലേ.